ഹായ്, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ, തൃശ്ശൂർ ആത്രയ ഹോസ്പിറ്റലിലെ റീകൺസ്ട്രക്റ്റീവ് ഓർത്തോപെഡിക്സ് വിഭാഗം മേധാവിയാണ്. ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി ലിസറോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഈ ലിസറോ ടെക്നോളജി ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ അസ്ഥികൾ വളഞ്ഞു പോവുക, അല്ലെങ്കിൽ അസ്ഥികളുടെ നീളക്കുറവ്, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സമയത്ത് അസ്ഥിയുടെ ഒരു സെഗ്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ ലിസറോ ടെക്നോളജി പ്രകാരം നമ്മളതിൻ്റെ ചികിത്സ ചെയ്തിട്ടാണ് നമ്മളതിനെ പലപ്പോഴും ശരിയാക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു സെഗ്മെൻറ്റ് ഓഫ് ബോൺസ് 5 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്ററോ അസ്ഥിയുടെ ഒരു പീസ് നമുക്ക് ഈ ആക്സിഡൻറ്റ് സമയത്ത് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ പതുക്കെ ലെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അസ്ഥികൾക്ക് ഈ ഓപ്പറേഷന് ശേഷം ഉണ്ടാകുന്ന വളവുകൾ ശരിയാക്കാനും ഈ ടെക്നോളജി ഉപയോഗിക്കാൻ സാധിക്കും. മൂന്നാമതൊരു കാര്യത്തിനായിട്ട് പലപ്പോഴും രോഗികൾ നമ്മുടെ അടുത്തോട്ട് വരുന്നത് ഉയരം കൂട്ടാൻ പറ്റുമോ എന്നുള്ള സംശയവുമായിട്ടാണ്. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഒരു വ്യക്തി 5 അടി ഉയരമേ ഉള്ളൂ, പക്ഷേ വളരെ പ്രൊപ്പോർഷനേറ്റ് ആണ്, ഒരു ബോഡിയുടെ അപ്പർ സെഗ്മെൻറ്റും ലോവർ സെഗ്മെൻറ്റും വളരെ പ്രൊപ്പോർഷനേറ്റ് ആണ്, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, കാണുമ്പോൾ ഒരു നോർമൽ വ്യക്തിയെ പോലെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ അവരിൽ കഴിയുന്നതും ലെങ്ത്ത് കൂട്ടാതിരിക്കുന്നതാണ് ഉചിതം. കോസ്മെറ്റിക് ലെങ്തനിങ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയ ചില കണ്ടീഷനുകളിൽ മാത്രം ചെയ്ത് കൊടുക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ അക്കോൺഡ്രോപ്ലേസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് ഈ കോസ്മെറ്റിക് ലെങ്തനിങ് ചെയ്യുന്നത്. അതായത് ബോഡിയുടെ ലോവർ സെഗ്മെൻറ്റ് വളരെ ചെറുതും അപ്പർ സെഗ്മെൻറ്റ് അരയ്ക്ക് മേലെയുള്ള ഭാഗം ഒരു നോർമൽ വ്യക്തിയുടേതായിട്ടുള്ള സൈസുമുള്ള അവസ്ഥയിൽ നമുക്ക് ഈ കാലിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഒരു സിറ്റിങ്ങിൽ നമുക്ക് ലെങ്ത്ത് കൂട്ടാനായിട്ട് സാധിക്കുന്നത് പലപ്പോഴും 6 സെൻറ്റിമീറ്റർ മാത്രമാണ്. അങ്ങനെ 4 or 5 സർജറികളിലൂടെ മാത്രമേ നമുക്കൊരു 12 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത്ത് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊരു നോർമൽ വ്യക്തിയിൽ കഴിയുന്നതും ലെങ്ത്ത് കൂട്ടുന്ന സർജറികൾ ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം.